ഹലോ യൂട്യൂബ്. നമ്മളിന്ന് ഇവിടുത്തെ ഓൾഡ് ടൗൺ വരെ ഒന്ന് പോവുകയാണ്. നമ്മളെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്, എല്ലാവരും കൂടെയാണ് പോകുന്നത്. നമ്മൾ ഇടയ്ക്ക് 2-3 പ്രാവശ്യം പോയായിരുന്നു. ഇനി ഇത് സൺഡേ ആണെന്ന്, അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ റൂമിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് ബോൾട്ട് ബുക്ക് ചെയ്തിട്ട് പോകാനുള്ള പ്ലാനാണ്. നമ്മളവിടുത്തെ ഊബർ പോലെയാണ് ഇവിടെ ബോൾട്ട്. അത് ബുക്ക് ചെയ്യണം, കയറണം, വച്ചൊരു പോക്ക്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, വലിയ ലോങ് ഇല്ല, എന്നാലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നല്ല തണുപ്പാണ്, ഒരു ചെറിയ മഴയുണ്ട്. പിന്നെ വണ്ടി എന്ന് പറയാതെ കാറാ. ബോൾട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ തിരുവനന്തപുരമാണ്. പിന്നെ ഇന്നില് വരും. ഊബർ പോലും ഇല്ലാത്ത നാട്ടിലെ ആളാണ്. തൃശ്ശൂര് മാള സ്വദേശിയായ ഊബറിന് പോലും ഇല്ലാത്ത ആളാണ്. ഇതൊന്നും വരൂലല്ലേ അല്ലേ. അപ്പൊ നമ്മള് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ വണ്ടി ഇതാ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ മോളിന്റെ ഫ്രണ്ടിൽ എത്തി. ആ മഴ കൂടിയിട്ടുണ്ട്, നല്ല മഴയും കൂടി, കാറ്റും കൂടി, നല്ല തണുപ്പും ഉണ്ട്. മൊത്തം സീനാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാം. നമ്മളവിടുത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ചെറുതാണ്, എന്നാലും കുറച്ച് വൈബുണ്ട്, കുഴപ്പമില്ല. നമ്മളിവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് പോവുകയാണ്. എന്തായാലും അങ്ങോട്ട് പോയിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതിനകത്ത് കയറിയപ്പോൾ കണ്ടൊരു ഷോപ്പാണ്. നല്ല രസമുണ്ട്. ക്രിസ്മസിന്റെ സാധനങ്ങളെല്ലാം ഉള്ള. ഓ മേടിക്ക, ഒരെണ്ണത്തിന് വരാൻ നോക്കിയത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്. പുള്ളിയെ കാണാനാണ് വന്നത്. കണ്ടല്ല ഷോപ്പിംഗ്, ഏത് ഷോപ്പ് കണ്ടാലും കയറണം. കേറിയിട്ടുണ്ടോ ഇവിടെ? ഇവിടെ ഒരു ഗണ്ണിന്റെ ഷോപ്പ് കണ്ടിട്ട് അതില് കേറിയിട്ട് വരാന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞ ആളാണ്. ഇതിപ്പോ ഈ ഷോപ്പിൽ കയറണം എന്ന് പറയുന്നത്. എന്തായാലും നോക്കാം, ആള് വന്നു. എന്തായാലും നമുക്ക് ഈ ഷോപ്പിൽ കയറി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. നമ്മുടെ നാട്ടിലൊന്നുമില്ല ഇതൊക്കെ വെച്ച് നോക്കുന്നു. ക്രിസ്മസിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഫുൾ സെറ്റപ്പാണ്. കൂടുതലായിട്ട് വീഡിയോ ഇവിടെ എടുത്ത്, ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരെ പ്രൈവസി കളയുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഇപ്പം നമ്മൾ അടുത്ത മേളത്തെ ഫ്ലോറിലോട്ടാണ് പോണത്. ഇവിടത്തേക്കാളും വലിയൊരു ഷോപ്പ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ട ഷോപ്പിനേക്കാളും വലിയൊരു ഷോപ്പ് ഇവിടെ ഉണ്ട്. അപ്പം അത് അങ്ങോട്ട് പോവാം. ഇവിടേക്കാണ് ഇത് പോണത്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, ഫസ്റ്റ് ഒരു പ്രാവശ്യം വന്നു അപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് ഇവിടെയായിരുന്നു. ഇവിടെയാണ് ഇറങ്ങിയിട്ട് നേരെ അതൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ കാണും. കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. എന്നിട്ട് ഇറങ്ങിപ്പോയി. രണ്ടാമത്തെ പ്രാവശ്യം വന്നത് ചുമ്മാ ഒന്ന് കയറി ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ പോയി അവിടുത്തെ ഒരു വ്യൂ, അതിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതും കാണുക. അപ്പോൾ അടുത്ത മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. പക്ഷേ ഇന്നാണ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇനി നേരെ ഓൾഡ് ടൗണിലോട്ടാണ് പോകേണ്ടത്. അപ്പം ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പം അത് ഒരു വീഡിയോയിലൊന്നും തികയത്തില്ല. നമ്മൾ ഇന്ന് വന്നതെന്ന് പറഞ്ഞാൽ ഓൾഡ് ടൗണിൽ പോകാനാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങൾ മാത്രം. ഇവിടുത്തെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഓക്കെ, എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ കണ്ടാണ് നമ്മൾ പോയ ആ ഒരു മോൾ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഓൾഡ് ടൗണിലോട്ടാണ്. അതിന് മുമ്പുള്ളൊരു വ്യൂ ആണ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ നിൽക്കത്തില്ലേ, സീബ്ര ക്രോസിങ്ങിന്റെ അവിടെ നിൽക്കുമ്പോൾ ഈ വണ്ടികൾ എത്ര സ്പീഡിൽ വന്നാലും നിർത്തി തരും. നമ്മൾ പോയതിന് ശേഷം അവർ വണ്ടി എടുക്കും. ആ ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ ഇവിടെ കണ്ടത് അതാണ്. പിന്നെ ആൾക്കാരൊക്കെ ഫ്രണ്ട്ലിയാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. എന്നാലും ഒരു 90% നല്ലതാണെങ്കിലും അതൊരു 10% കുറച്ച് വിഷയമായിട്ടുള്ള ആൾക്കാർ കാണും.
അപ്പം എനിക്ക് അങ്ങനെ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ കുറേവർക്കൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അറിയാലോ, മലയാളികൾ ഇവിടെ കയറി വരും, എന്നിട്ട് കുറേ പരിപാടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. മലയാളികൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ത്യക്കാരെന്ന് പറയാൻ പറ്റത്തില്ല, മലയാളികൾ തന്നെ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല പല സ്ഥലങ്ങളിലും പല പല വള്ളികളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറുതൊന്നുമല്ല, നല്ല വലിയ രീതിക്ക് തന്നെ വള്ളികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വള്ളിയുടെ കാര്യം പറയണമെങ്കിൽ പറഞ്ഞാലൊന്നും തീരത്തില്ല, ആ ലെവലിലുണ്ട് വള്ളികൾ. എന്ത് പറയാൻ വേണ്ടി. അപ്പം നമ്മളെന്തായാലും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ നിന്ന് കുറച്ച് വച്ച് നടക്കണം, കുറച്ചപ്പുറത്താണ്, വലിയ ലോങ് അല്ല, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഏതായാലും അങ്ങോട്ട് പോവാം. അവതാർ ഇവിടെയും ഐമാക്സിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഓൾട്ടോണ്ട് അടുത്തെത്തി. ഇവിടെ ഈ ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഇത് കഴിഞ്ഞ് നേരെ കയറുന്ന ഓൾട്ടോണ്ട് എൻട്രൻസിലോട്ടാണ്. അപ്പം നമ്മൾ 4 പേരുണ്ട്, 4 പേരും കൂടെയാണ് പോകുന്നത്. ഇതിലൊരാൾ മലപ്പുറത്താണ്, അതിനടുത്തിരിക്കുന്ന ആൾ തൃശ്ശൂർ, അതിനടുത്തുള്ള ആൾ വയനാട്, പിന്നെ ഞാൻ ശരിയാണ് ദുബായ്. മലപ്പുറം അല്ല, ദുബായ് മാറിപ്പോയി. അപ്പം ഞാൻ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ നേരെ ഇതിനകത്ത് കയറാൻ പോവാണ്. ട്രാം ഒക്കെ പോകുന്നുണ്ട്. നമ്മളിതാ ഇവിടെ കയറാനുള്ള പ്ലാനിൽ ഇവിടെ എത്തി. നമ്മൾ കണ്ടോ, ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു സെറ്റപ്പ് അങ്ങ് മാറി. അപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ ഒരു സിറ്റി ഏരിയയാണ്. അവിടെ ഇങ്ങനത്തെ പഴയ ഒരു രീതിയിലുള്ള പരിപാടിയൊന്നുമല്ല, അവിടെ സിറ്റി വൈബാണ്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ളൊരു പഴയ രീതിയിലുള്ള ഒരു കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇതൊരു നല്ല മഴ പെയ്യാനാണ്. പിന്നെ ഈ നല്ല തണുപ്പുണ്ട്, കൈ പോക്കറ്റിനകത്തിട്ട് നടന്നില്ലെങ്കിൽ കൈയൊക്കെ ഐസാവും. ഇത് ഇവിടുത്തെ എന്തോ വലിയൊരു സെറ്റപ്പാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ നല്ല കട്ടയ്ക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും എന്തോ വലിയ തിയേറ്റർ വൈബാണ് മൊത്തത്തിൽ തരുന്നത്. ഇതൊക്കെ ഓൾട്ടോണിനകത്ത് ക്രിസ്മസ് പ്രമാണിച്ച് വന്നൊരു ഷോപ്സ് ആണ്. ഇത് സാറിനൊന്നും വരാറില്ല, ഇത് ക്രിസ്മസ് പ്രമാണിച്ച് ഈ ഷോപ്പൊക്കെ ഉള്ളതാണ്. ഇവിടെ ഇവിടെ ഫുഡ് ഐറ്റംസിനെല്ലാം നല്ല വിലയാണ്. ബാക്കി ഡ്രസ് നമ്മളിവിടെ മാളിൽ കയറി ഡ്രസ്സിനൊക്കെ നല്ല വില പറയുന്നത്, പക്ഷെ ഫുഡ് ഐറ്റംസിനൊക്കെ നല്ല വിലയാണ്. അവിടെ ഒരു പിzzയുടെ വിലയായിരുന്നു 13 യൂറോ. നമ്മൾ അവിടെ കിട്ടുന്നതിന്റെ പാതി വലിപ്പം ഇല്ല. ചൈനീസാ. 13 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് 13 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയായി? 1300 ആയില്ലേ? നമ്മുടെ നാട്ടിൽ 1300 പുറത്തായി. ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. ഫുഡിനൊക്കെ നല്ല വിലയാണ്, പക്ഷെ ബാക്കി കുറെ സാധനങ്ങൾക്ക് വില കുറവാണ്. അതുപോലെ വെജിറ്റബിൾ സാധനങ്ങളൊക്കെ മേടിക്കും വില കുറവാണ്. പക്ഷെ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നത് നമുക്ക് മുതലാവൂല. ഇന്ന് വീക്കെൻഡിന് മാത്രമൊക്കെ ആണെങ്കിൽ ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ സ്ഥിരം കടയിൽ നിന്ന് മേടിച്ച് കഴിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോക്കറ്റ് അങ്ങ് കാലിയാവുന്ന വഴി അറിയത്തില്ല. ഇതൊരു പള്ളിയാണെന്ന് തോന്നുന്നു, മേളിൽ കുരിശുണ്ട്, അതിന്റെ ഒരു വൈബുണ്ട്. പള്ളിയാണല്ലേ? ഇതും പള്ളിയാണല്ലേ? ഇതും പള്ളിയാണല്ലേ? എല്ലാം ഫുള്ള് ചുറ്റും പള്ളിയാണെന്ന് തോന്നുന്നു. ഒക്കെയാണ് ഇതിന്റെ സെറ്റപ്പ്. ഇതിന്റെ മാതാവിന്റെ ഒരു ഒരു സ്റ്റാച്ചു ആണ് മേളിൽ വരുന്നത്. മൊത്തം ഇവിടുത്തെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് മാതാവിന്റെ ഇത് കാര്യങ്ങളൊക്കെ.
ഇതില്ല, ഇതാണ് സെറ്റപ്പ്. ഇത് കണ്ടോ, പോലീസ് വണ്ടി 2 കിടപ്പുണ്ട്. ഇവിടെ എവിടെ പോയാലും പോലീസ് വണ്ടി എല്ലായിടത്തും കിടക്കും. അവര് എന്നിട്ട് 2 പേരായിട്ടുള്ള ഗ്രൂപ്പിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയായിരിക്കും. വേറെ വിഷയങ്ങളൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ അത് ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് അവരിങ്ങനെ കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ ഫുള്ള് പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. പിന്നെ പള്ളികൾ ഇവിടെ മാത്രമല്ല, വേറെയും കുറെ പള്ളിയുണ്ട്. ഞങ്ങൾ കയറി വന്ന സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്. പിന്നെ അങ്ങ് കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല, ആ ഒരു ഗോപുരം കാണുന്നില്ല, അതും ഒരു പള്ളിയാണ്. ഉണ്ട് ഇവിടെ വേസ്റ്റ് ഒന്നും കിടക്കാത്തതിന്റെ സെറ്റപ്പാണ്. ക്ലീൻ ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫുൾ ക്ലീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീമായിട്ട് 2 പേരായിട്ടുള്ള ടീമായിട്ട് ഇങ്ങനെ ഇവർ നടക്കും. നമ്മളെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് 2 പേര് വന്നായിരുന്നു, അതേപോലെ അങ്ങോട്ട് 2 പേര് പോകുന്നുണ്ട്. ഫുള്ള് ഇവിടെ ഫുൾ ക്ലീനാണ്. ഫുള്ള് നല്ല ടൂറിസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ചെറിയ വേസ്റ്റ് പോലും കാണാൻ പറ്റത്തില്ല, അത്രയും ക്ലീനാണ്. പക്ഷെ ഇന്ന് അത്ര ആളില്ല. പക്ഷെ ഞങ്ങൾ 2 ദിവസം മുമ്പ് വന്നപ്പോൾ, ഈ വെള്ളിയാഴ്ച വന്ന സമയത്ത് ഫുള്ള് നല്ല ആളായിരുന്നു. നല്ല ആള്, നല്ല തിരക്കും, നല്ല വൈബായിരുന്നു. പക്ഷെ നല്ല രീതിക്ക് ആള് കുറഞ്ഞിട്ടുണ്ട്. ഒരു തണുപ്പും കൂടി, മഴയുമാണ്. അതിന്റെ ഇതിൽ പിന്നെ അറിയാമല്ലോ, ആളെന്തായാലും കുറയും. നമ്മുടെ അവിടെ ആയാലും അങ്ങനെയാണല്ലോ. പക്ഷേ വൃത്തിയുടെ കാര്യത്തിൽ ഇവിടെ ഒരു രക്ഷയില്ല. നമ്മുടെ നാടൊന്നും ഇതിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല, ആ ലെവലിലുള്ള വൃത്തിയാണ്. ഇത് നേരത്തെ കാണിച്ചു തന്ന പോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട് ഇവിടെ. എന്തെങ്കിലും ഒരു ചെറിയ വേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പം അവർ ക്ലീൻ ആക്കും. നമ്മുടെ ഒരാളിൽ നിന്ന് ഗിറ്റാർ വായിക്കുന്നുണ്ട്, അവരായിട്ട് പോലീസുകാരെന്തോ സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഇതിന്റെ ഈ ഇതേപോലത്തെ കുറെ സാധനങ്ങൾ ഇതിന്റെ ഈ ഭാഗത്ത് കുറെ ഉണ്ട്. കുറെ ഇതണക്കത്തെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ ഇന്ന് ആൾക്കാർ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഇതിന്റെ തലയിൽ വെച്ചിട്ട് എന്തൊക്കെയോ സെറ്റപ്പുകൾ കാണിക്കും. ഇപ്പൊ എല്ലാരും വന്നിട്ട് അതിന്റെ തലയിൽ കാല് വയ്ക്കലും കൈ വയ്ക്കലും കയറി കിടക്കലൊക്കെയാണ് പരിപാടി ഇവിടെ. പിന്നെ ഇതിന്റെ പൈററ്റ് ക്യാൻഡി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. സാധാ ക്യാൻഡി ഷോപ്പാണ്. പിന്നെ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ ജാക്ക് സ്പാരോന്റെ ഒക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പേരും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ക്യാപ്റ്റൻ ജാക്ക് സ്പാരോയുടെ അവർ ഇതുള്ളതുകൊണ്ട് അത് വെച്ചിട്ട് അതിന്റെ ഡീലിങ്സ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ടൈം ഇവിടെ ഒരാള് ലൈവായിട്ട് ഇന്ന് ഫോട്ടോ വരയ്ക്കുന്നുണ്ട്. ഫോട്ടോ എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് പരിപാടിയാണ്, അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള അങ്ങനത്തെ പരിപാടിയല്ല. ഒരാളെ എഴുതിയിട്ടുള്ള വരയ്ക്കുന്നതല്ല, വേറെ സെറ്റപ്പ്. അതിന്റെ ഫോട്ടോസ് ഞാൻ ഇപ്പോൾ ഇതില് സെറ്റ് ചെയ്ത് കാണിച്ചു തരും. ഇങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നില്ല. ഈ സൈഡും കുറെ കടകളുണ്ട്. ഇവിടെ കടകൾ കുറവാണ്. നമ്മൾ നേരത്തെ കണ്ടത് കുറെ കട ഉണ്ടായിരുന്നില്ലേ, ഇപ്പൊ കുറച്ചേ ഉള്ളു കട. ഇതുകൊണ്ട് ആ കാണുന്ന ഒരു കിണറാണ്, അതിനകത്തൂടെ നടക്കാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നു, പക്ഷെ അറിയത്തില്ല. പിന്നെ ഇവിടെ ഒരു വലിയൊരു കെട്ടിടമുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ നേരത്തെ വേറൊരു ട്രാം കണ്ട്, ഇത് ക്രിസ്മസിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ട്രാമാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ട് വേറെ സെറ്റപ്പാണ്. സംഭവം കൊള്ളാം. ഇത് ക്രിസ്മസിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ അകത്തും കുറെ ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ അടുത്തോട്ട് പോണില്ല, നമുക്ക് തണുപ്പ് കൂടിക്കൂടി വരികയാണ്, സീനാണ്. ഈ ഫോണും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് പണിയാണ് ഇവിടെ. അതുകൊണ്ട് നമ്മൾ വേറെ സ്പോട്ടിലോട്ട് പോയാണ്. അപ്പോൾ നമ്മൾ നടന്ന് ഏതോ വഴി കയറി എവിടെയോ എത്തി. പക്ഷെ ഇവിടെ നല്ലൊരു ക്ലോക്ക് ടവർ ആണ് കാണുന്നത്. ഇതുവഴി ഞങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഇതുവഴി വന്നൊരു ഓർമ്മയുണ്ട്. പക്ഷേ നമ്മള് ഇതുവഴി എവിടെയാണ്, നമ്മൾ കബാബ് കഴിക്കാൻ പോകാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. പക്ഷേ ഏത് വഴിയാണെന്ന് അവർക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. അപ്പൊ ഏതെങ്കിലുമൊക്കെ വഴി കയറി കഴിഞ്ഞാൽ അവിടെ എത്തുമെന്നാണ് പറയുന്നത്. അപ്പുറത്തൊരു റോഡുണ്ട്, ഞങ്ങൾ 2 ദിവസം മുമ്പ് വന്നപ്പോഴും അങ്ങോട്ട് പോയായിരുന്നു. ഒരു ചെറിയ വഴിയാണ് കാണുന്ന പോലെ, ചെറിയൊരു വഴി കൂടെയാണ് ഒരു ക്ലോക്ക് ടവറിന്റെ സൈഡിൽ കൂടെ പോകുന്നത്. ഇതുവഴി പോയതായിട്ട് ഓർക്കുന്നു. നമ്മളന്ന് ഇതുവഴി പോയില്ലേ ഫസ്റ്റ് വന്ന സമയത്ത്? ദിയാബേ, നമ്മളന്ന് അതുവഴി പോയില്ലേ?
ഫസ്റ്റ് വന്ന സമയത്ത് അത് റെഡോസ്റ്റ് പോയപ്പോഴാ ഏതൊക്കെയോ വഴി കൂടെയൊക്കെ പോയി. അത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ആർക്കിടെക്ചറാണ് ഇവിടുത്തെ. പക്ഷെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നേരെ തിരിച്ചാണ്. അവിടെ ഒരു ഫുള്ള് ഒരു മോഡേൺ ടച്ചും അങ്ങനത്തെ ഒരു ഇതാണ്. ഇവിടെ ഈ ഓൾഡ് ടൗൺ എന്ന് പറയുമ്പോൾ ഫുൾ ആർക്കിടെക്ചർ എല്ലാം ഒരു പഴയ രീതിയിലുള്ള ഒരു സെറ്റപ്പും എല്ലാവരും ഇപ്പോഴും അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീടൊക്കെ വയ്ക്കുമ്പോഴായാലും, വീടല്ല ഇങ്ങനെ ഇതിൽ വേറെ എന്തെങ്കിലും ഇന്നോവേഷൻ വരുത്തുമ്പോഴായാലും ആ ഒരു രീതിയിൽ അവർ ചെയ്യാറുള്ളൂ. അങ്ങനെ മോഡേണൈസ് ചെയ്യുന്നില്ല. ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ഇതൊരു പള്ളിയാണ് സംഭവം. ഇതൊരു പള്ളിയാണ്, ഇത് മൊത്തത്തിൽ കണ്ടില്ലേ, ഇതെല്ലാം ഒരു പള്ളിയാണ്. ഇവിടെ പള്ളികളുടെ ഒരു ഇതാണ്, ഫുള്ള് പള്ളികളാണ്. ഞാൻ ഇതുവഴി കയറുമ്പോഴും ഞാൻ വിചാരിച്ചില്ല ഇവിടെ ഒരു പള്ളി ആയിരിക്കുമെന്ന്. ഇവിടെ എത്തിയപ്പോഴാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇവിടെ ഇതും ഒരു പള്ളിയാണ്, ഇതും ഒരു പള്ളിയാണ്, അത് വേറൊരു പള്ളിയാണ്. അടുത്തടുത്ത് ഓരോ പള്ളി. സംഭവം ഓരോന്നും ഓരോ ഇതാണ്, ഓരോ സഭയാണ്. പിന്നെ അതിനിടയ്ക്ക് ഇവിടെ ഒരു വേറൊരു ശില്പം, എന്തോ ഒരു മോഡേൺ ആർട്ട് പോലെ ഉണ്ട്. എന്താണെന്ന് നമുക്ക് വലിയ പിടിയില്ല, നമ്മൾ വലിയ ആർട്ടിസ്റ്റും അതൊന്നും അല്ലല്ലോ. അത് കഴിഞ്ഞ് നേരെ നോക്കുമ്പോൾ അടുത്ത പള്ളി, ഫുള്ള് പള്ളികളാണല്ലേ. എനിക്ക് ഇവിടുത്തെ ഫുൾ കാര്യങ്ങളും വീഡിയോയിൽ കാണിക്കണമെന്നുണ്ട്, പക്ഷേ നല്ല തണുപ്പാണ്, കൈ വെളിയിലെടുക്കാൻ പറ്റാത്ത രീതിയിൽ തണുപ്പ്. അതാണ് ഞാൻ എപ്പോഴും കുറച്ച് വീഡിയോ എടുത്തിട്ട് കുറച്ച് നേരം അണച്ചു വയ്ക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക, സ്പീഡിൽ പോണം. ട്രാം വരുന്നുണ്ട്, ഇതാണ് ഇവിടുത്തെ ട്രാം. നൈസ് പരിപാടിയാണ്. ഈ ട്രാം എന്ന് പറയുന്നത് ഇവിടെ അടുത്തോട്ട് എല്ലായിടത്തും ഉണ്ട്. ഈ ട്രാം ഇല്ലെങ്കിൽ ബസ്സുണ്ട്. ബസ്സിൻ്റെ വേറെ സെറ്റപ്പാണ്. ബസ് മറ്റേ ഇലക്ട്രിക് ബസ്സാണ്. പോകുമ്പോൾ തന്നെ ഇവിടെ മേളിൽ വയറുകളുണ്ട്, അതുവഴി ചാർജ് ആയി അങ്ങനത്തെ സെറ്റപ്പിലൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അല്ല, ഇതൊരു ലിക്കർ ഷോപ്പാണ്. ഇവിടെ ലിക്കർ ഷോപ്പിനായിട്ട് പോകേണ്ട ആവശ്യമില്ല, എല്ലായിടത്തും കിട്ടും. ഏത് സൂപ്പർ മാർക്കറ്റിലായാലും ഏത് സാധാ കടയിലായാലും എവിടെ കയറിയാലും ഈ സാധനം കിട്ടും. പിന്നെ ഇവിടെ ഈ ലിക്കറിന്റെ കാര്യം പറയുമ്പോൾ വെള്ളത്തിനേക്കാളും വില കുറവാണ് ബിയറിന്. പിന്നെ ഈ റമ്മ്, വിസ്കി, ബ്രാൻഡി അതിനൊക്കെ ആവശ്യത്തിന് വിലയുണ്ട്. പക്ഷേ നാട്ടിലെ പാതി വിലയ്ക്കൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വഴി. ഇവിടെ വരാൻ വേണ്ടിയാണ് നമ്മൾ ചുറ്റിക്കറങ്ങി വേറെ ഏതോ വഴി കൂടെയൊക്കെ വന്നത്. അപ്പോൾ നമ്മളിവിടെ നേരെ പോയി കബാബ് കഴിക്കാനുള്ള പ്ലാനിലാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അത് തന്നെയാണ് കഴിച്ചത്, ഇപ്പോഴും അത് തന്നെയാണ്. കാണാൻ പറ്റുന്നില്ലല്ലേ, കടയുടെ പേര് ആര്യ ഫാസ്റ്റ് ഫുഡ് എന്നാണ്. നമ്മുടെ നാട്ടുകാരനാവണം ഓണർ. ഇവിടെ കുറേ ഉണ്ട് നമ്മുടെ നാട്ടുകാരുടെ കുറേ കടകളുണ്ട്. പിന്നെ കൂടുതലുള്ളതെന്ന് വെച്ചാൽ ഈ പഞ്ചാബികളുടെ കടകളാണ്. പഞ്ചാബി ധാബയും അതും ഇതൊക്കെ കുറേ ഉണ്ട്. ഇതൊന്ന് ഗോവിന്ദ് ഗോവിന്ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് നമ്മുടെ നാട്ടുകാരനാണ്. ഇവിടെ കുറേ ഉണ്ട്, നമ്മുടെ നാട്ടുകാരുടെ കുറേ കടയുണ്ട്. നമ്മൾ പോകുന്നത് ആ കടയിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ആൾക്കാർ പട്ടീനെയൊക്കെ കൊണ്ട് നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, അവിടെയും ഉണ്ട് വണ്ടി, പോലീസ് വണ്ടി. നമ്മൾ ഈ കടയിൽ കയറണം. അതാണ് കയറിയിട്ട് ബാക്കി പരിപാടി പറഞ്ഞുതരാം. നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കാണ്, അതാണ്
ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്താണ് സാധാരണ ഇരിക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കുള്ള കബാബ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കബാബ് വന്നിട്ടുണ്ട്. ദിയാബ് ഭയങ്കര സീരിയസ് ഇരുന്ന് കബാബ് പിടിച്ചാസ്വദിക്കുകയാണ്. സപ്ലയർ എന്താ തൃശ്ശൂർ മാളയിൽ നിന്ന് ഇറക്കിയ സപ്ലയർ ആണ്. നന്നായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഏതോ കടയിലായിരുന്നു ജോലി. എന്തായാലും നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാം. ഇതാണ് നമ്മുടെ കബാബ്. പറയുണ്ട് വലിപ്പം അതില്ലേ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് കഴിക്കണം. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി. നമ്മുടെ വയറങ്ങ് നിറയും. പൊളിച്ച് കഷ്ടപ്പെട്ട് പൊളിച്ച് കഴിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. പൈസ കൊടുക്കാൻ നിൽക്കുകയാണ് അവർ. പിരിവിടാന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അവർ എന്നെ കൊടുക്കും. സ്ഥിരം നടക്കുന്ന പരിപാടിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വെളിയിലോട്ട് ഇറങ്ങി നടക്കുകയാണ്. ഇനി അടുത്ത പ്ലാന് നമ്മൾ ആലോചിക്കുന്നേ ഉള്ളൂ. എന്ത് ചെയ്യണം? അടുത്ത പ്ലാൻ എന്താണ്? എന്നിട്ട് എന്റെ കൊല്ലാനുള്ള പ്ലാനാണ് ഇവിടെ ഇടുന്നത്. എന്തായാലും നമുക്ക് ബാക്കി എന്താണ് പരിപാടി എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കണ്ട് നിങ്ങളിപ്പോ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. അപ്പൊ നമുക്ക് തിരിച്ച് റൂമിലോട്ട് പോവാം. നമ്മളപ്പോൾ തിരിച്ച് നിവിയുടെ അവിടെ നടന്നു വന്ന്, അന്നേരം നമ്മൾ പോയില്ല, മോളില്ല, അതിൻ്റെ അവിടെ അങ്ങോട്ട് നടന്നു വന്നിട്ട് ബോൾട്ട് വിളിച്ച് ബോൾട്ടിൽ കയറി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ തിരിച്ച് പോകേണ്ടത് റൂമിലോട്ടാണ്. വേറെ പരിപാടി ഒന്നുമില്ല. നമ്മൾ ഇന്ന് നേരത്തെ ഇറങ്ങാൻ കാരണമെന്ന് വെച്ചാൽ നല്ല മഴയുണ്ട്, അതിനിടയ്ക്ക് ഒടുക്കത്തെ തണുപ്പ്. ഈ കാറ്റൊക്കെ അടിക്കുമ്പോഴേ അപ്പോൾ കൈയൊന്നും വെളിയിൽ എടുക്കാൻ പറ്റത്തില്ല, ആ ലെവലിൽ തണുപ്പാണ്. അതിനിടയ്ക്ക് മഞ്ഞും കൂടെ പെയ്ത് കഴിഞ്ഞാൽ സന്തോഷമാവും. അതുകൊണ്ട് നമുക്ക് നേരെ തിരിച്ച് റൂമിലോട്ട് തന്നെ പോവാം. അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ തിരിച്ച് റൂമിലെത്തി. അപ്പം ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നല്ല നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.